നയനയും ആദർശും പുറത്തുപോയി തിരിച്ചെത്തുകയാണ്. ന്യൂ ഇയർ വരുമല്ലേ, അതിന് ഞാനും ആദർശേട്ടനും കൂടി എല്ലാവർക്കുള്ള ഡ്രസ്സ് വാങ്ങി വന്നിരിക്കുക. ഇത് മുത്തശ്ശന് മുത്തശ്ശിക്കുള്ളത് എന്ന് പറഞ്ഞ നയന അത് അവരുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷായി മോളെ, നീ നന്നായി വരുമെന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശൻ അവളെ അനുഗ്രഹിക്കുന്നുണ്ട്. അത് കണ്ട് അസൂയയോടെ നോക്കുകയാണ് അനാമിക. ഇത് അച്ഛനും അമ്മയ്ക്കുള്ളത് എന്ന് പറഞ്ഞ നയന അത് ദേവയാനിക്ക് കൊടുത്തപ്പോ, ഈ സാരി കൊള്ളാൻ നയനെ, നിന്റെ സെലക്ഷൻ സൂപ്പർ ആയിട്ടുണ്ട്. ഏത് കളറാണോ എനിക്ക് പിടിക്കുന്നേ അത് മനസ്സിലാക്കിയിട്ടാ നീ വാങ്ങിക്കൊണ്ട് വന്നിരിക്കുന്നേ എന്ന് പറഞ്ഞ് നയനെ അവര് പുകഴ്ത്തുന്നുണ്ട്. വല്യമ്മ അത്ര പുകഴ്ത്താൻ മാത്രം ഈ സാരി അതിന് മാത്രമൊന്നുമില്ല, ഇത് നോർമൽ സാരിയാ, അത്രയുള്ളൂ എന്ന് അനാമിക പറയുമ്പോ, ആയിക്കോട്ടെ, എന്റെ മരുമകള് എനിക്ക് എന്ത് വാങ്ങി തന്നാലും അതെനിക്ക് വിലപിടിപ്പുള്ളത് തന്നെയാ എന്ന് ദേവയാനി മറുപടി കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് വേണുവേട്ടൻ അവിടേക്ക് എത്തുകയാണ്. അല്ല വേണുവേട്ട, എന്താ നിങ്ങളുടെ കയ്യില്, കേക്കോ എന്ന് രേവതി ചോദിക്കുമ്പോ, അതെ രേവതി, ന്യൂ ഇയർ വരുവല്ലേ, ഞാൻ ന്യൂ ഇയർ കേക്കും വാങ്ങിച്ചോണ്ടാ ഇവിടേക്ക് വന്നിരിക്കുന്നേ. അനാമിക മോളെ, നീ വന്ന് ഇത് കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുക്ക്. അങ്ങനെ വേണു ആവശ്യപ്പെടുന്നുണ്ട്. അത് കേട്ട് അനാമിക വന്ന് കേക്ക് കട്ട് ചെയ്ത് ഓരോരുത്തർക്കായി നൽകുകയാണ്. പക്ഷെ നയനക്ക് മാത്രം അവൾ കൊടുത്തില്ല. അത് കണ്ട് ആകെ വിഷമിച്ച് നിൽക്കുവാണ് നയന. അതൊന്നും പുറത്തു കാണിക്കാതെ നയന നവ്യയുടെ അടുത്തേക്ക് ചെന്ന്, ഇത് എന്റെ ചേച്ചിക്ക് വാങ്ങിയ സാരിയാണ്, ഇഷ്ടപ്പെടുമോന്ന് എനിക്കറിയില്ല, തുറന്നു നോക്കാൻ നയന പറയുമ്പോ, ആര് പറഞ്ഞു ഇഷ്ടപ്പെട്ടില്ലാന്ന്, ന്യൂ ഇയറിന് ഞാൻ ഈ സാരിയാ ഉടുക്കുന്നേ, എന്റെ ഭർത്താവ് പോലും ഇതുവരെ എനിക്ക് നല്ലൊരു സാരി പോലും വാങ്ങിച്ചു തന്നിട്ടില്ല എന്ന് പറഞ്ഞു നിൽക്കുവാണ് നവ്യ. ആദർശ് വന്ന് ജലജയ്ക്കും അഭിക്കുള്ള ഡ്രസ്സൊക്കെ അവരുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. നയന ജാനകിക്കും ഭർത്താവിനുള്ള ഡ്രസ്സ് നൽകാനായി വന്നപ്പോ ജാനകി അത് വാങ്ങിച്ചില്ല. എനിക്കൊന്നും വേണ്ട ഇവള് വാങ്ങിയ സാരി, എനിക്ക് വാങ്ങി തരാന് എന്റെ മരുമകളും അവളുടെ കുടുംബവും വന്നിട്ടുണ്ട്, ആർക്ക് വേണം ഇവളുടെ സാരി എന്ന് ജാനകി പറയുന്നത് കേട്ട് അവരുടെ ഭർത്താവിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. ദേ ജാനകി, നല്ലൊരു ദിവസമായിട്ട് വെറുതെ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. നയനമോള് സ്നേഹത്തോടെ വാങ്ങി തരുന്നതാ, അത് വാങ്ങിക്കാൻ നോക്ക്, ഇല്ലെങ്കിലേ നിന്നെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടാൻ എനിക്ക് നന്നായിട്ട് അറിയാം, നീ എന്നെ കൊണ്ടത് ചെയ്യിപ്പിക്കരുത്. അങ്ങനെ ഭർത്താവ് പറഞ്ഞപ്പോ ജാനകി നയനയുടെ കയ്യിന്ന് മിണ്ടാതെ ആ സാരി വാങ്ങിച്ചുകൊണ്ട് പോവാണ്. പിന്നീട് നയന അനാമികയോടും രേവതിയോടും അടുത്തേക്ക് വരാൻ പറയുന്നുണ്ട്. അനാമികെ, നിനക്കും നിന്റെ അമ്മയ്ക്ക് വേണ്ടിയും ഞാൻ സാരി വാങ്ങിച്ചിട്ടുണ്ട്, നീ വിഷമിക്കണ്ട, നിനക്ക് പിടിച്ച കളറ് തന്നെയാ ഞാൻ സെലക്ട് ചെയ്ത്. ഈ സാരി ഉടുത്താ നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടാവും, ഇത് നിന്റെ അമ്മയ്ക്കുള്ളതാ, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇത് മാറ്റിയെടുക്കാം എന്നൊക്കെ പറഞ്ഞ നയന അത് അവർക്ക് നേരെ നീട്ടുന്നുണ്ട്. പക്ഷെ അവരത് വാങ്ങാതെ വേണുവേട്ടന്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുവാണ്. അവളുടെ സാരി വാങ്ങിക്കണ്ടാന്ന് വേണു കണ്ണുകൊണ്ട് രേവതിയുടെ ആക്ഷൻ കാണിക്കുന്നുണ്ട്. അത് മനസ്സിലാക്കിയ അനാമിക, ആർക്ക് വേണം നിന്റെ പഴഞ്ചൻ സാരി, നിന്റെ കയ്യിൽ നിന്ന് സാരി വാങ്ങി ഉടുക്കേണ്ട ഗതികേടൊന്നും എനിക്കും എന്റെ അമ്മയ്ക്കും ഉണ്ടായിട്ടില്ലടി, നീ വാങ്ങിത്തന്ന സാരി ഞാനും എന്റെ അമ്മയും ഉടുക്കില്ല എന്ന് പറഞ്ഞ് അനാമിക ദേഷ്യപ്പെടുന്നുണ്ട്. അതെ, ഇവള് സാരി വാങ്ങി തന്നിട്ട് വേണോ നിങ്ങൾക്ക് ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാൻ? എനിക്ക് സാരി വാങ്ങി തരാന് എന്റെ ഭർത്താവായ വേണു ഇവിടെ ഉണ്ട്. അതുമല്ല, അനാമികയ്ക്ക് വാങ്ങിക്കൊടുക്കാൻ അവളുടെ ഭർത്താവ് അനിയുണ്ട്. പിന്നെ നീ എന്തിനാ ഞങ്ങൾക്ക് ഇതൊക്കെ വാങ്ങി തരുന്നത്? ഈ വീട്ടിലുള്ളവരുടെ പ്രശംസ പിടിച്ചു പറ്റാൻ വേണ്ടിയാ എന്റെ മകളെ ചെറുതാക്കണം, അതാ ഇവളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞ് രേവതിയും ചൂടാവുകയാണ്. ആന്റി വെറുതെ എഴുതാപ്പൂർവൊന്നും വായിക്കണ്ട, ഞാൻ പറഞ്ഞതാ നയനയോട്, അവൾക്കോ അവളുടെ അമ്മയ്ക്കൊന്നും സാരി എടുക്കണ്ടാന്ന്. പക്ഷെ അവരെ മാത്രം മാറ്റി നിർത്തുന്നത് ശരിയല്ല ആദർശേട്ടാന്ന് പറഞ്ഞ് ഇവളെ വാശി പിടിച്ച്, അതുകൊണ്ട് മാത്രമാണ് ഇതൊക്കെ വാങ്ങി തന്നത് എന്ന് ആദർശ് പറയുന്നുണ്ട്. രേവതി അനാമികയും ഇത് വാങ്ങിച്ചേ പറ്റൂ, ഇന്ന് നിങ്ങളോട് ഒരു പ്രശ്നത്തിന് ഞാനില്ല, നയനമോള് ആഗ്രഹിച്ചു വാങ്ങിയ സാരിയാ ഇത്, അനാമികെ നീ ഇത് വേണം നാളെ ഉടുക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ ദേവയാനി ആ സാരി അനാമികയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. മോളെ അനാമികെ, നീ അത് വാങ്ങിച്ചേക്കരുത്, ഇവിടുത്തെ വേലക്കാരിക്ക് തുല്യമാണ് ഈ നയന, അങ്ങനെയുള്ളവളുടെ കയ്യിൽ നിന്ന് ഒരു പുടവ വാങ്ങിച്ച അതിൽ പരം നാണക്കേട് ഇനി നമ്മുടെ കുടുംബത്തിന് വരാനില്ല. മോളെ, നീ പുടവ എടുത്തോണ്ടുപോയി പുറത്തേക്ക് തള്ളു. അങ്ങനെ വേണു ആവശ്യപ്പെടുന്നുണ്ട്. അച്ഛൻ പറഞ്ഞതനുസരിക്കും മോളെ, ഇവളെല്ലാരുടെ മുന്നിലും ആളാവാൻ വേണ്ടിയാ ഇതൊക്കെ വാങ്ങിത്തരുന്നത്, അല്ലാതെ നമ്മളോടുള്ള ഇഷ്ടം കൊണ്ടൊന്നുമല്ല എന്ന് രേവതി പറയുമ്പോ അത് കേട്ട് നയന വന്ന്, അങ്ങനൊന്നും പറയരുത്, ഈ വീട്ടിൽ എല്ലാരും ഞാൻ വാങ്ങിയ ഡ്രസ്സ് സ്വീകരിച്ചില്ലേ, നിങ്ങൾ മാത്രമാണ് ഇത് നിരസിച്ചത്, അതെനിക്ക് വലിയ വിഷമം ഉണ്ടാക്കും, അതുകൊണ്ട് ഇത് നിങ്ങൾ വാങ്ങി ഉടുക്കണം എന്നൊക്കെ നയന അവരോട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. നിർത്തടി, നീ എന്താ വിചാരിച്ചത്, നീ വാങ്ങിയ പുടവ ഞാൻ വാങ്ങി ഉടുക്കുമെന്നോ?
നീ എല്ലാവർക്കുള്ള ഡ്രസ്സ് വാങ്ങിക്കൊടുത്ത് ഇവിടുള്ളവരെ കയ്യിലെടുത്തു. അതേപോലെ ഈ അനാമികയെ കയ്യിലെടുക്കാമെന്ന് നീ ഒരിക്കലും കരുതണ്ട. അവളുടെ ഒരു സാരി എന്നു പറഞ്ഞ അനാമിക ആ സാരികൾ എടുത്തോണ്ടുപോയി പുറത്തേക്ക് വലിച്ചെറിയുന്നുണ്ട്. അത് കണ്ട് നല്ല ദേഷ്യത്തില് ദേവയാനി എത്തുകയാണ്. എടി, നിനക്ക് ഇത്രയും അഹങ്കാരം ഉണ്ടായിരുന്നോ? നയന വാങ്ങിത്തന്ന സാരി നീ ഒരു മനസ്സാക്ഷിയില്ലാതെയല്ലേ പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് എന്ന് ചോദിച്ച ദേവയാനി വേണു വാങ്ങിച്ചുകൊണ്ട് വന്ന കേക്ക് എടുത്ത് അനാമികയുടെ മുഖത്തേക്ക് വലിച്ചെറിയുകയാണ്. വല്ലമ്മ എന്ത് വൃത്തികേടായി കാണിക്കുന്നേ? എന്തിനാ എന്റെ മുഖത്തേക്ക് കേക്ക് എറിഞ്ഞ്? എന്റെ സാരിയൊക്കെ ആകെ നാശമായി എന്ന് അനാമിക പറയുമ്പോ, എന്റെ മരുമകളെ വിഷമിപ്പിച്ച നിന്നോട് പിന്നെ എങ്ങനെയാടി പെരുമാറേണ്ടത്? എന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറ്റൂ. ഇതിന്റെ പേരില് ആരും എന്നെ ചോദ്യം ചെയ്യാൻ എന്റെ അടുത്തേക്ക് വരണ്ട എന്ന് പറഞ്ഞ ദേവയാനി അകത്തേക്ക് പോവുകയാണ്. എന്റെ മകളുടെ മുഖത്തേക്ക് കേക്ക് വലിച്ചെറിഞ്ഞത് ഒട്ടും ശരിയായില്ല. ഇതൊക്കെ കണ്ടിട്ടും ജാനകി എന്താ നോക്കി നിൽക്കുന്നേ എന്ന് രേവതി ചോദിക്കുകയാണ്. അനാമികയുടെ അമ്മ എന്നോട് പൊറുക്കണം. എന്റെ ഏട്ടത്തിക്കിപ്പോ സമനില തെറ്റിയിരിക്കുക. അതാ അനാമികയോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ. വാ മോളെ, ഞാൻ തുടച്ചു തരാം എന്ന് പറഞ്ഞ ജാനകി അനാമികയെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോവുകയാണ്. വേണുവേട്ട, നിങ്ങൾ ഒറ്റൊരുത്തൻ കാരണമാണ് അനാമികയോട് ദേവേശി ഇങ്ങനെ പെരുമാറിയേ. ആ കേക്ക് വലിച്ചെറിയേണ്ട ആവശ്യമുണ്ടായിരുന്നോ? ആ നയന വാങ്ങിയ സാരി സ്വീകരിച്ചിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. വേണുവേട്ടന് ഒരു സാരി വാങ്ങിത്തരാൻ പോലും ഇപ്പൊ ഗതിയില്ല എന്നു പറഞ്ഞ രേവതി വേണുവിനോട് ദേഷ്യപ്പെടുന്നുണ്ട്. അത് രേവതി, ഈ ദേവയാനി ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചോ? ആ നയനെ മറ്റുള്ളവരെ മുമ്പിൽ ചെറുതാക്കണമെന്നേ ഞാൻ വിചാരിച്ചുള്ളൂ. അതിപ്പോ നമുക്ക് തന്നെ വിനയായി. വെറുതെ കേക്ക് വാങ്ങി ഉള്ള കാശ് കളഞ്ഞത് മിച്ചം എന്നു പറയുവാണ് വേണു. അതേസമയം നയനയും നവ്യയും അനാമികയെ നോക്കി കളിയാക്കി ചിരിക്കുകയാണ്. നയനെ, നീ കണ്ടില്ലേ കേക്ക് വീണപ്പോയുള്ള ഇവളുടെ മുഖഭാവം? ഇതായിരുന്നു, ഈ മുഖമാണ് ഇവളെ കാണാൻ കൂടുതൽ ഭംഗി എന്നൊക്കെ പറഞ്ഞ് നവ്യ ചിരിക്കുമ്പോ, നിനക്ക് ഞാൻ വച്ചിട്ടുണ്ടടി എന്ന് മനസ്സിൽ പറയുവാണ് അനാമിക.